നമ്മുടെ ഭൂമി ഉണ്ടായ സമയത്ത് ഇന്ന് കാണുന്ന രീതിയിലല്ല ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നത്, മറിച്ച് മറ്റു പല രീതികളിലായിരുന്നു അന്ന് ഭൂമിയിൽ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നത്. ഭൂമിയിൽ ആദ്യമായി ഉണ്ടാകുന്നത് വൾബേറ എന്ന വലിയൊരു സൂപ്പർ കോണ്ടിനെന്റ് ആണ്. അത് ഇന്നത്തെ ഓസ്ട്രേലിയ ഉള്ള സ്ഥലത്താണ് ഉണ്ടായത് എന്ന് പല ഗവേഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. വൾബേറയ്ക്ക് ശേഷം ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായ ഭൂഖണ്ഡങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായ ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു റോഡീനിയ. എന്നാൽ ഈ ഒരു ഭൂഖണ്ഡത്തിന് അധിക കാലം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം ഈ ഭൂഖണ്ഡം ഉണ്ടായി കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഈ ഭൂഖണ്ഡം സ്പ്ലിറ്റ് ചെയ്ത് പെനോഷ്യ എന്ന പുതിയൊരു കോണ്ടിനെന്റ് കൂടെ ഉണ്ടായി. പെനോഷ്യ ഉണ്ടായി ഒരുപാട് കാലത്തിന് ശേഷമാണ് അവസാനത്തെ സൂപ്പർ കോണ്ടിനെന്റ് ആയ പാൻജിയ ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു ഭൂമിയിൽ ഡൈനോസറുകൾ ഉണ്ടാകുന്നത്. എന്നാൽ ഡൈനോസറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയായിരുന്നു പാൻജിയ സ്പ്ലിറ്റ് ചെയ്ത് ഇന്നത്തെ 7 വൻകരകളായി മാറുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം ആഫ്രിക്കയിൽ നിന്നും വേർപെടുന്നതും ഏഷ്യയിൽ വന്ന് കൂട്ടിയിടിക്കുന്നതും. ഇതിന്റെ അനന്തരഫലമായിട്ടാണ് ഹിമാലയൻ പർവ്വതനിരകൾ ഉണ്ടായത്.